അപ്പൊ അങ്ങനെ ഷെയ്ഖ് ഇല്ലാതെ അലയുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഏതാണ് ഗേറ്റ് അറിയാതെ കയറി ഇറങ്ങി നടക്കുന്ന ആൾക്കാരെ മാതിരിയാണ്. അപ്പൊ അങ്ങനെ ഷെയ്ഖ് ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, അവര് ലക്ഷ്യം ഭാവിക്കാതെ അവന്റെ വയസ്സിനെ പായാക്കിയവനാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കൂരാക്കൂരി ഇരുട്ടുള്ള രാത്രിയില് ഹാജിമാരെ മക്കത്തേക്ക് എത്തിക്കുന്നത് പോലെയാണ് ഷെയ്ഖിന്റെ വഴി. കൂരാക്കൂരിയുള്ള ഇരുട്ടുള്ള ഈ യാത്രയില്, ഈ പാമ്പുകളും തേളുകളും ഒക്കെ ഉള്ള യാത്രയില്, ശക്തമായ ആ അള്ളാഹുവിന്റെ തിരുപാദത്തിലേക്ക് തിരുഅള്ളത്തിലേക്കുള്ള യാത്രയില് വഴി കാണിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ഷെയ്ഖന്മാർക്ക്. സാധാരണ പറയാം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, കിതാബ് നോക്കിയിട്ട് ദിക്കറൊക്കെ ചൊല്ലി അതിന്റെ അയിലും മുജാഹിദി പട്ടിണിയൊക്കെ കറന്ന് ജീവിച്ച് നോമ്പൊക്കെ നോക്കിയിട്ട് അവസാനം ഇതെല്ലാം മനസ്സിലാവും തിരിച്ചു കണ്ടുപോരും. അവസാനം ഷെയ്ഖിനെ പിടിക്കേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ ഇനി ഇപ്പാപ്പ ജീവിച്ച പോലെ കുറെ അങ്ങനെ ചൊല്ലി നോക്കി, കുറെ കിതാബ് വെച്ച് പോയി നോക്കി, അങ്ങനെ കഷ്ടപ്പെട്ട് വീണ്ടും വന്ന് ഇങ്ങനെ അനുഭവിച്ചു പോകാനാ താല്പര്യം? അന്ന് ഇന്നത്തെ കാലത്ത് കഴിയൂല. അന്ന് ഹക്കായ ജീവിതം ജീവിച്ചവരവര്. നമുക്ക് അങ്ങനെ സാഹചര്യം ഇല്ലല്ലോ. കാണുന്നതും കേൾക്കുന്നതൊക്കെ ഹറാമായി നടക്കപ്പെട്ട അവസാന കാലത്ത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു സുന്നത്ത് 100 ഷഹീദിന്റെ കൂലിയാ. ഇന്ന് 10 സുന്നത്ത് മുറുകെ പിടിച്ചാൽ മതി, അന്ന് 90 സുന്നത്ത് മുന്നേ മുറുകെ പിടിക്കണം. ഇത്രയും കഴിയില്ലെന്നർത്ഥം. തീക്കട്ട കൈ പിടിച്ചതുപോലെ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ കാലത്തെ നമ്മൾ നിൽക്കുന്നത്. ഈ കാലത്ത് ആരോണ്ട് അങ്ങനെയൊക്കെ കഴിയാം? അപ്പൊ നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് മനസ്സിലാക്കി തിരിച്ചു വന്ന് ഷെയ്ഖിനെ പിടിച്ചോളി, ശരീഅത്തുള്ള തൗഹീദുള്ള സിൽസിലയുള്ള ഷെയ്ഖിനെ പിടിച്ചോളി, എന്നിട്ട് നിങ്ങൾ യാത്ര തുടങ്ങിക്കോളി, തുടർന്നോളി. അതിന് നിങ്ങൾ ഫലം വെറുതെ മറ്റേതിന് ഒക്കെ നാറി അനുഭവിച്ച് രണ്ടാമത് തുടങ്ങാൻ നിൽക്കണ്ടാണ്. അപ്പൊ അനുഭവിച്ച ആൾക്കാർ പറയുമ്പോ അവര് അതിന്റെ എല്ലാ തലങ്ങളും അനുഭവിച്ച് അതിന്റെ എല്ലാം മാറ്റി കുറുക്കി ഷെയ്ഖന്നെ വേണമെന്ന് പറയുമ്പോ ഷെയ്ഖ് വേണ്ട എന്ന് പറയാൻ അതിനകത്ത് ഇൽമ നമുക്ക് വേണ്ടേ? ഹദീസിലും ഫിഖ്ഹിലും ഖുർആനിലും മാത്രമല്ല ഉൾക്കാഴ്ച കൊണ്ടും ഉന്നതരായ മഹാന്മാര് അനുഭവിച്ച് പഠിച്ചിട്ടായി പറയണത്. കിതാബ് എഴുതാൻ വേണ്ടി കുറെ ഇബാർത്ത് എഴുതാൻ വേണ്ടി പറയില്ലല്ലോ. അപ്പൊ അവരത് പറയുമ്പോ അപ്പോൾ ശ്രദ്ധിച്ച് അങ്ങനെ നീങ്ങലാണ് ബുദ്ധി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.